അപ്പോ ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 5 6 മാത്രമാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ. റിയൽ നമ്പേഴ്സിന്റെ നമുക്ക് പോസിറ്റീവ് ഇന്റിജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ പോസിറ്റീവ് നമ്പേഴ്സിന്റെ തന്നെ അപ്പോ ജസ്റ്റ് ബേസിക് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, സീറോയും ഉണ്ട്. ഇനി പോസിറ്റീവ് നമ്പേഴ്സില് ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 0 മുതല് പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആണ്. ഇനി നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ അല്ലെ 0 1 2 3 അങ്ങനെ പോകും. 1 മുതൽ അവിടെ പ്രൈം നമ്പേഴ്സ് നവീൻ ഓക്കെ. അതിന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസ് എന്ന് പറയുന്നത് 1 ആൻഡ് ദാറ്റ് നമ്പർ മാത്രമായിരിക്കും. എക്സാമ്പിൾ 9 ഉണ്ടോ? ഇല്ല, 11 അങ്ങനെ പോകും. ഓക്കെ, ഇതാണ് പ്രൈം നമ്പേഴ്സ്. ആ നമ്പേഴ്സിന് 1 അല്ലെങ്കിൽ ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്. എല്ലാവർക്കും അറിയാലോ. അതായത് പറയാൻ കാരണം ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ടാണ്. What are all prime numbers? Example പറയാമോ? What are all prime numbers? കേട്ടിട്ടില്ലേ? ഇല്ല. കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അതെ, ഇല്ല. കോ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് കോ പ്രൈം ആണ് എന്ന് പറയുന്നത് ആ നമ്പേഴ്സ് തമ്മിലുള്ള കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഡിവൈസർ എന്ന് പറയുന്നത് 1 മാത്രമായിരിക്കും. ഓക്കെ, അപ്പം എല്ലാ പ്രൈം നമ്പേഴ്സും കോ പ്രൈം ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് 3ഉം 5ഉം എടുത്തു കഴിഞ്ഞാൽ ഇതിന് കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ. ഇനി 3ഉം 9ഉം എടുത്താലോ കോ പ്രൈം ആണോ? ഇല്ല, 9ന്റെ ഫാക്ടേഴ്സ് വേറെ 3 ഉണ്ട് അല്ലേ? ഇനി 4ഉം 5ഉം എടുത്താലോ? അല്ല, അതല്ലാതെ 4നും 5നും കോമൺ ആയിട്ട് എന്താ ഫാക്ടേഴ്സ് എടുക്കാനുള്ളത്? 1 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അത് കോ പ്രൈം ആണ്. അപ്പൊ അതായത് ഇൻ ജനറൽ കോ പ്രൈം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പോ 2 3 അല്ലെങ്കിൽ 3 4 5 6 അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ കോ പ്രൈം ആയിരിക്കും. അതല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഉള്ളത് ഓഡ് നമ്പേഴ്സ് 3 5 5 7 7 9 ഇങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സ് ഇല്ലേ, ഇതും കോ പ്രൈം ആയിരിക്കും. ഇനി ഇതല്ലാതെ ഇപ്പൊ 2 നമ്പർ ഞാൻ തരും, അപ്പൊ അത് കോ പ്രൈം ആണോ എന്ന് അറിയാൻ ചെയ്യണം, ഫാക്ടേഴ്സ് നോക്കാം. 3 9 വരുമ്പോ ഓഡ് നമ്പർ ആണ്, പക്ഷെ 3യുടെ ഫാക്ടർ എന്ന് പറയുന്നത് 1 ഉം 3ഉം ആണ്. 9ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 ഉം 3 ഉണ്ടല്ലോ രണ്ടിനും കോമൺ, അപ്പൊ അത് കോ പ്രൈം അല്ല, 1 മാത്രമേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ 4ഉം 11ഉം എടുത്താലോ? കോ പ്രൈം ആണോ? എല്ലാവർക്കും കാണാമോ സ്ക്രീൻ? കോ പ്രൈം ആണോ? ഇപ്പൊ 2 നമ്പേഴ്സ് തന്നിട്ട് കോ പ്രൈം ആണോ എന്ന് ചോദിച്ചാൽ ചെയ്യാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് പറഞ്ഞാൽ പ്രൈം അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും പോസിറ്റീവ് നമ്പേഴ്സിന് നമ്മള് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 4 6 9 8 അങ്ങനെ പോകും. ഓക്കെ, അപ്പോ അടുത്തത് നിങ്ങൾക്ക് HCF LCM ഒക്കെ ചെയ്യാൻ അറിയാമോ? തുടക്കത്തിൽ പറഞ്ഞായിരുന്നു കഴിക്കണം. ഇപ്പൊ HCFും LCMും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോ അതില് 2 നമ്പേഴ്സ് സപ്പോസ് A and B ആണ് വെച്ചിട്ടുള്ളത്. 2 നമ്പേഴ്സ് തന്നിട്ട് ഉണ്ട്. ഇതിന്റെ
LCM കാണാൻ പറഞ്ഞാൽ HCF കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും രണ്ട് നമ്പർ തന്നിട്ട് HCF കാണാൻ പറഞ്ഞാൽ HCF കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് ഒരു നമ്പർ തന്നിട്ടുള്ളൂ വിചാരിക്കുക, എ എന്ന് പറയുന്ന ഒരു നമ്പറേ തന്നിട്ടുള്ളൂ, HCF LCM തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റു നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ടു നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, സപ്പോസ് എ എം ബി ആണ് ടു നമ്പേഴ്സ് എങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു HCF ഇൻറ്റു LCM. ഓക്കെ, അപ്പൊ HCF LCM തന്നിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ മറ്റു നമ്പറും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ചില സമയത്ത് നിങ്ങൾക്ക് രണ്ട് നമ്പർ തന്നിട്ടുണ്ടാവും, HCF തന്നിട്ടുണ്ടാവും, LCM ആയിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത്. ചെയ്യാലോ, ഈ ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഓക്കെ, ഇനി കുറച്ച് റൂൾസ്, ഡിവിസിബിലിറ്റി റൂൾസ് അറിയാമോ? ഒരു നമ്പറിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. 3 വെച്ചിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നിങ്ങൾ നോക്കി സം നോക്കിയിട്ട് സം ആഡ് ചെയ്തിട്ട് അത് ഡിവിസിബിൾ ബൈ 3 ആണോ നോക്കാം അല്ലെ. ഫോർ എക്സാമ്പിൾ 510, ഇത് 3 വെച്ച് ഡിവിസിബിൾ ആണെന്ന് എന്ത് ചെയ്യണം? 5 + 1 + 0 = 6 അല്ലെ. ഡിവിസിബിൾ ബൈ ഡിവിസിബിൾ ബൈ 3 ആണ്. ഈ 4 വെച്ചിട്ടോ ഒരു നമ്പർ 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ ചെയ്യണം. എന്ത് ചെയ്യണം? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കിയാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? എല്ലാവർക്കും അറിയാമോ? പറയണോ? ബോർഡിൽ അറിയുക. ഫോറിന്റെ ഡിവിസിബിലിറ്റി നോക്കാൻ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് നോക്കാം. ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 4 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോ 8ന്റെ ഡിവിസിബിലിറ്റിയോ സിമിലർ തന്നെയാണ്. 8ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോ ഒരു നമ്പർ, ആ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ അത് 8 ഡിവിസിബിൾ ബൈ 8. അപ്പൊ 4 ഡിജിറ്റ് 4ന്റെ ഡിവിസിബിലിറ്റി നോക്കാം, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കാം. 8ന്റെ ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നോക്കാം. ഇനി 5 എളുപ്പമല്ലേ? 0യോ അല്ലെങ്കിൽ 5 ആയിരിക്കും. യൂണിറ്റ്സ് ഡിജിറ്റ്സ് മാത്രം നോക്കിയാൽ. 10ന്റെ ആണെങ്കിൽ ഇതുപോലെ തന്നെ 0 എന്ന് നോക്കിയാൽ. ഇനി 6 ഡിവിസിബിൾ ബൈ 6 ആണോ എന്ന് അറിയാൻ 2 വെച്ച് 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബൈ 6 ഡിവിസിബിലിറ്റി ബൈ 6 എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഫിറ്റി ആയിട്ട് ഇതിലല്ല, ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം, ബൈ 2 ആയിരിക്കും. ഇനി 7 ആണെങ്കിലോ 92 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാം. ഇപ്പൊ 7 വെച്ചിട്ട് ഡിവിസിബിൾ ആണെന്ന് അറിയാം. ഇത് ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ഇവിടെ എന്താ 2 വരും. ഈ ലാസ്റ്റ് ഡിജിറ്റിനെ ഡബിൾ ചെയ്യാം, ഇത് വരും 4 വരും. എന്നിട്ട് റിമൈനിങ് നമ്പർ എന്താ നോക്കാം. ഇവിടെ ഉള്ളത് എന്താ 9 അല്ലേ. അപ്പൊ റിമൈനിങ് നമ്പറിൽ നിന്ന് ഈ യൂണിറ്റ് ഡിജിറ്റിനെ ഡബിൾ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ 9 - 4 ഇപ്പൊ 5 ആ വരുന്നത് അല്ലേ. ഇത് ഡിവിസിബിൾ ബൈ 7 ആണോ? അല്ല. അപ്പൊ നമ്മള് ഡിവിസിബിലിറ്റി ബൈ 7 നോക്കാനായിട്ട് യൂണിറ്റ്സ് ഡിജിറ്റ് എടുത്തിട്ട് അതിനെ ഡബിൾ ചെയ്യുക, എന്നിട്ട് ബാക്കി റിമൈനിങ് നമ്പറിൽ നിന്ന് അതിനെ സബ്ട്രാക്ട് ചെയ്യുക. എക്സാമ്പിൾ ഒരെണ്ണം ചെയ്ത് നോക്കണം. ഇതില് ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. ഡബിൾ ചെയ്യുമ്പോ 16 വരും. അപ്പൊ 142 - 16 ചെയ്താൽ എന്ത് വരും? 126 വരും അല്ലെ. ഈ 126 7 വെച്ച് ഡിവിസിബിൾ ആണോ? ആണോ? അല്ലേ.
126/7 അല്ലേ ഡിവിസിബിൾ ആണ്. അപ്പൊ ചെറിയ നമ്പേഴ്സിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 94 ഡബിൾ ചെയ്യുമ്പോൾ 8 വരും അല്ലെ. 9 - 8 1 ആണ്. അങ്ങനെ നോക്കിയാൽ മതി. ഒരു നമ്പർ എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 7 അപ്പോൾ ഓർക്കണ്ട. പിന്നെ 8 പറഞ്ഞു 9 സം ആഡ് ചെയ്തിട്ട് 9 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കുക. ഈ 11 നോക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? ഓഡ് പൊസിഷൻസ് ഈവൻ പൊസിഷൻസും ആഡ് ചെയ്തിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുക. 11 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കുക. 121 നമുക്കറിയാം. 11 സ്ക്വയർ 121 അല്ലേ. ഇതിൽ ഓഡ് പൊസിഷൻ എന്ന് പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അല്ലേ. പൊസിഷൻസ് ഓഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും അല്ലേ. ഇത് അടിയിൽ വരും 2. ഈവൻ പൊസിഷനിലുള്ളത് 2 ആണ്. 2 - 2 എന്താ 0. അപ്പോ നമ്മള് ഓഡ് പൊസിഷനിലെ നമ്പേഴ്സിന്റെ സമ്മും ഈവൻ പൊസിഷനിലെ നമ്പേഴ്സിന്റെ സമ്മും കണ്ടുപിടിക്കുക. ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. എന്നിട്ട് അത് ബൈ 11 ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഡിവിസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ 0 കിട്ടിയാലും വിൽ ബി ഡിവിസിബിൾ ബൈ 11. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറഞ്ഞ് ചെയ്ത് നോക്കാം. ഓക്കെ 0 5 + 2 7 7 - 7 0. അപ്പൊ അത് ബൈ 11 ഡിവിസിബിൾ ആയിരിക്കും. ഈ 858 ചെയ്ത് നോക്കി. 858 8 + 8 16 - 5 11 ഡിവിസിബിൾ ബൈ 11 ആണ്. ഓക്കെ ഈ 12ന്റെ നോക്കാനായിട്ട് 3 4 ബൈ ഡിവിസിബിൾ ആയിരിക്കും. 3 ഡിവിസിബിൾ ആയിരിക്കണം, 4 ഡിവിസിബിൾ ആയിരിക്കണം. 15 ആണെങ്കിൽ 3 5 വെച്ചിട്ട് ഡിവിസിബിൾ ആയിരിക്കും. അത്ര അറിഞ്ഞിട്ടുണ്ടാവും ഇത്രയും നമ്പേഴ്സ്. ഇനി അടുത്ത നിങ്ങൾ അറിയിച്ചത് 2 എന്താ 2 എന്താ 2 5. അപ്പൊ ജനറലി നമുക്ക് എന്താ പറയാം? a raised to m into a raised to n equal to a raised to m plus n ആണല്ലോ. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ a raised to m by a raised to n എന്താ? a raised to m minus n അല്ലേ. 2 raised to 5 by 2 square equal to 5 minus 2 is 3. Okay. A raised to m, the whole raised to n ആണെങ്കിലോ a raised to m. Okay. Example പറഞ്ഞാൽ 3 square whole raised to 5 ആണെങ്കിൽ ഇതൊരു 3 raised to 10 അല്ലേ. ഇത്രയും കാര്യങ്ങൾ അറിയാലോ അല്ലേ. ബേസിക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 raised to -4 എന്താ? 2 raised to -4 അതാരാ പറഞ്ഞേ? 2 raised to -4 എന്ന് പറഞ്ഞാൽ 1/2 raised to 4 ആണ്. ബേസിക് കാര്യങ്ങൾ ഇനി സംഭവം ഫസ്റ്റ് ടൈം നാച്ചുറൽ നമ്പേഴ്സിന്റെ കാറ്റഗറീസ് എടുത്തിട്ടുണ്ടോ? ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സംഭവം ഫസ്റ്റ് ടൈം നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെ കാണാം? അതായത് 1 + 2 + 3 + etc plus n numbers കണ്ടുപിടിക്കുന്നത്. എന്നിട്ടു ഇതൊക്കെ മറന്നു പോരുത്. എന്നിട്ട് n + 1/2 അറിയാലോ അല്ലെ. ഈ സ്ക്വയർ ആണെങ്കിലോ സ്ക്വയർ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ
അതാണെങ്കിലോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് n സ്ക്വയർ ആണെങ്കിൽ എന്താ പോയില്ല n ഇൻറ്റു ഡൗട്ട് ആണോ കവിക്ക് ഡൗട്ട് ആണെന്ന് തോന്നുന്നുണ്ടോ അത് പറയും ആണോ അപ്പൊ n plus 1 into അഭിഷേക് അഭിഷേക് n into n plus 1 into 2n plus 1 by 6 ഇതൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യൂബ് ഓഫ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് എക്സെട്ര n ക്യൂബ്. നമ്മള് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിന്റെ എന്താണ് പറഞ്ഞത് പ്ലസ് 1/2 അല്ലേ പറഞ്ഞത്. ഇതിന് സ്ക്വയർ ചെയ്താണ്. ഓക്കെ, ഈ മൂന്ന് ഫോർമുലാസും അറിഞ്ഞിരിക്കണം. നമുക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ ഉപയോഗിക്കും. ഇനി ഇതിന്റെ കൂടെ അറിയേണ്ട വേറൊരു കാര്യം പറയുന്നത് സം ഓഫ് ഈവൻ നമ്പേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സം ഓഫ് ഈവൻ നമ്പേഴ്സ്, സം ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓൺലൈനിൽ കുട്ടികളുണ്ടോ? തർപ്പണയിൽ പറയാം. ഓർമ്മയുണ്ടോ? സം ഓഫ് ഈവൻ നമ്പേഴ്സ് അല്ല, എനിക്ക് തോന്നി തിരിഞ്ഞു പോകുന്നത്. അത് തിരിഞ്ഞു പോകരുത്. സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് സം ഓഫ് ഈവൻ നമ്പേഴ്സ്, അതായത് 2 പ്ലസ് 4 പ്ലസ് അങ്ങനെ ഒരു സീരീസ് ആണെങ്കിൽ ഈക്വൽ ടു എന്തൊരും അങ്ങനെയാണെങ്കിൽ n into n plus 1. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇപ്പോ 2 പ്ലസ് അങ്ങനെ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം കാണാനാ പറഞ്ഞിട്ട് n into n plus 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 100 into 101 ചെയ്താൽ മതി. ഓക്കെ, ഈ സം ഓഫ് ഓഡ് നമ്പേഴ്സ് പറഞ്ഞിട്ടോ, അതാണ് സിജു പറഞ്ഞത് n സ്ക്വയർ. ഓക്കെ, സം ഓഫ് ഓഡ് നമ്പേഴ്സ്, അതായത് 1 plus 3 plus 5 plus 7 etc. equal to n square. ക്ലിയർ ആയോ? ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. മറന്നുപോയി കാണും. ഇങ്ങനെ മറക്കാനുള്ളതല്ല കേട്ടോ. ഇതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടാവണേ. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങിയാലോ? കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെക്സ്റ്റ് സെഷനിൽ പറയാം. അപ്പൊ നമുക്ക് നേരെ UPSC ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ചെയ്യിക്കുന്നുള്ളൂ. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ. നമ്പർ സിസ്റ്റം, അതുപോലെ പെർസെന്റേജ് ആണെങ്കിൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഇപ്പൊ ചില സമയത്ത് ഡിജിറ്റ്സിനെ വെച്ചിട്ടുള്ളത്, ഇൻഡസ്ട്രി ഉള്ളത്, അങ്ങനത്തെ ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കാണാമോ? സ്ക്രീൻ കാണാമോ? ബാക്കിലിരിക്കുന്നവർക്ക് കാണാമോ? പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താൽ എക്സ് ഇന്റിജർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താ? ചെയ്ത് നോക്കണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. പോസ്റ്റ് ട്രീറ്റ്മെന്റ് 1 and 2 are not sufficient to answer the question. തീരെ പറഞ്ഞു. വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? വേറെ അപ്ഡേറ്റ് അറിയില്ല. അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതിലെല്ലാം സംഭവങ്ങൾ എഴുതിക്കുന്നതെല്ലാം മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ എന്താ? ഈ സെക്സ് ആൻഡ് ഇന്റീജർ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? ഇന്റീജർ എന്താണെന്ന് അറിയാമോ? എന്താ ഇന്റീജർ? പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, എക്സ് ഇന്റീജർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് തന്നേക്കുന്നത് എന്താ? എക്സ് ബൈ 3 ഈസ് നോട്ട് ആൻ ഇന്റീജർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിന് 1 എന്നുള്ള വാല്യൂ, എക്സ് ഒരു ഇന്റീജർ ആണെങ്കിൽ 1 എന്നുള്ള വാല്യൂ കൊടുത്ത എക്സ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താ? 1/3. 1/3 ഇന്റീജർ ആണോ? ഫ്രാക്ഷണൽ നമ്പർ ആണ് അല്ലേ? അപ്പൊ അത് ശരിയാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. ഇനി 3x ഈസ് ആൻ ഇന്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ 3x എന്ന് പറഞ്ഞാൽ എന്താ? 3. അത് ഇന്റീജർ ആണ്. ഓക്കെ, ഇനി എക്സിന്റെ വാല്യൂ
1/2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ് ഇന്റിജർ ആണോ എന്ന് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ ഞങ്ങൾ ഫ്രാക്ഷൻ നമ്പർ കൊടുത്തു, 1/2 കൊടുത്തു. 1/2 കൊടുക്കുമ്പോൾ 3x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3/2 അല്ലേ? അതൊരു ഇന്റിജർ ആണോ? അല്ല. ഓക്കെ, അപ്പൊ ഈ കേസിൽ അത് എക്സിന്റെ വാല്യൂ 3 കൊടുത്തപ്പോ അല്ല 1 കൊടുത്തപ്പോ അത് ഇന്റിജർ ആയിരുന്നു. പക്ഷെ ഫ്രാക്ഷൻ നമ്പർ കൊടുത്തപ്പോ 3x is not an integer എന്ന് വന്നു. അപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ എന്ത് ചെയ്യാ? ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഒരു വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ 3x ഇതിലാന്ന് കിട്ടിയില്ലേ ഞാൻ 1 കൊടുത്തപ്പോ? നിങ്ങൾ ശരിയാന്ന് വിചാരിച്ചോ? 2-3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അപ്പഴേ ആൻസർ കിട്ടുള്ളൂ. അപ്പൊ എന്താ ആൻസർ എന്താ? ഓക്കെ, കാരണം എന്താ 2 ഇന്റിജർ അല്ല. ഈ ആദ്യം കുറച്ച് പറഞ്ഞല്ലോ, എന്നോട് ചോദിച്ചാൽ വേറെ ഓപ്ഷൻസ് തന്നേനെ. എളുപ്പമാണ്. ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, കിട്ടിയ ഡേറ്റ എഴുതിയിട്ട് ചെയ്ത് നോക്കാം. xy and z കുറച്ച് നോട്ട്സ് വാങ്ങിയതാണ് പറയുന്നത്. എന്താ തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ തന്നെ എഴുതുക. z purchase a not more than x എന്ന് പറഞ്ഞാൽ എന്താ? z equal to x plus 8 അല്ലേ? We have to together about 21. ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അതിൽ q purchase 5 notebooks less than p എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് equal to p minus 5. ഇത് മനസ്സിലാക്കാൻ കഴിയുണ്ടോ? ശ്രേയ മനസ്സിലായിരുന്നത്? X and Y together purchased 28 notebooks. X and Y together. Okay. P purchased 5 notebooks more than X. So then the P equal to X plus 5. അല്ലേ? ഈ തന്നിരിക്കുന്ന 5 സ്റ്റേറ്റ്മെന്റും നിങ്ങള് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തോ? അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്? എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇതിൽ നമുക്ക് ഇത് വേണമെങ്കിൽ 1 2 3 ഓരോ ഇക്വേഷൻസ് ആണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പി എനിക്ക് ഇതിൽ ഏതൊരു വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിപ്പോൾ 2 = p minus 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ പിയുടെ സ്ഥാനത്ത് x plus 5 എന്ന് കൊടുക്കാം അല്ലെ? പിയുടെ വാല്യൂ ഇവിടെ x plus 5 തന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ ഇക്വേഷൻ 3 റെപ്രസെന്റ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അത് വരും x plus 5 minus 5 equal to എന്ത് വരും? x എന്ന് വരും അല്ലെ? അപ്പൊ q equal to x എന്നാണ് വരുന്നത്. ഇനി വേറെ ഇക്വേഷൻ ഉള്ളത് അപ്പൊ ഇനി p പ്ലസ് ഇക്വേഷൻ 2 p പ്ലസ് p മൈനസ് 5 ഇതിന് പകരം എന്ത് ചെയ്യാം? ഇവിടുത്തെ ഈ 2 പകരം ഇത് കൊടുക്കാം, 3 കൊടുക്കാം, p മൈനസ് 5 എന്നുള്ള കൊടുക്കാം. പ്ലസ് q പകരം p മൈനസ് 5 എന്ന് കൊടുക്കും. 21. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 2p equal to 26 is p equal to 13. ഓക്കെ, അപ്പൊ p കിട്ടി. p 13 ആണെങ്കിൽ ബാക്കി ഇനി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ക്യൂവിന്റെ വാല്യൂ ഓരോ ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x y കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അത് ചെയ്ത് നോക്കി. ഈ ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും കിട്ടിയോ? ഇത് ആൻസർ എന്താ? ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്തിട്ട് ഓരോന്നിന്റെ വാല്യൂ പറയണേ. എക്സ് വൈ ഇസഡ് ക്യൂ ഓരോന്നിന്റെ വാല്യൂ എത്ര പറയണം. ആദ്യം ഇത് കിട്ടിയില്ലോ എന്ന് പറഞ്ഞാൽ ചെയ്യാം. കിട്ടിയോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈയുടെ വാല്യൂ 13 കിട്ടി. ക്യൂ ഇക്വൽ ടു എന്താ?
അടുത്തത് എക്സ് 8 വൈ വൈ 23 ആണോ 20 അല്ലേ വൈ 20 ആണ് അപ്പൊ ടോട്ടൽ എത്ര വരും ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര ഉണ്ട് 65 അല്ലേ 65 ആണ് ഒരു ബുക്കിന്റെ രൂപ എത്രയാ 40 റുപ്പീസ് അപ്പൊ ടോട്ടൽ എത്ര വരും 65 into 40 equal to 2600 ആണ് ആൻസർ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല ഓക്കെ ഇതെന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് the digits in the link from left to right are in increasing order എന്താ increasing order എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ അപ്പൊ 3 ഡിജിറ്റുള്ള നമ്പർ ആണല്ലോ അപ്പൊ ഫസ്റ്റത്തെ ഡിജിറ്റ് അതിനേക്കാളും കുറവായിരിക്കണം സെക്കൻഡ് ആണല്ലോ increasing ഓർഡറിലായിരിക്കണം നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് ഇനി എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ any two digits that we differ by at least 2 if by 2 എന്നാണ് പറഞ്ഞെങ്കിൽ 2 ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതാം അതായത് 1 മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഡിക്രീസിംഗ് ഓർഡർ ആകുമ്പോൾ മാക്സിമം 7 ആണ് നമ്പർ അല്ലെ അപ്പൊ 7 എഴുതിയ by 2 എഴുതിയെങ്കിൽ എന്ത് ചെയ്യാം 7 കഴിഞ്ഞാൽ 5 പിന്നെ 3 അങ്ങനെ എഴുതാം പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ അറ്റ്ലീസ്റ്റ് 2 ഇതാ അപ്പൊ എന്താ അതിന്റെ അർത്ഥം 2 വരാം 3 വരാം 4 വരാം അങ്ങനെ പോകാം അല്ലേ ഈ ഡിജിറ്റ്സ് തമ്മിലുള്ള ഗ്യാപ്പ് അപ്പൊ ഇനി ആ കോമ്പിനേഷൻ എഴുതി നോക്ക് എത്ര എത്ര നമ്പേഴ്സ് പറ്റും നിങ്ങൾ ഒരു ഫുഡ് പൊളിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ പിൻ നമ്പർ മറന്നുപോയി അടിച്ചു കൊടുക്കില്ലേ ഇതാണ് നിങ്ങൾക്ക് നിൽക്കുന്ന കൺഫ്യൂഷൻസ് അപ്പൊ നിങ്ങൾ ഏതൊക്കെ നമ്പർ ട്രൈ ചെയ്യും ഡിക്രീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട് 1 to 7 ആണ് നമ്പേഴ്സ് ഉള്ളത് കുറെ വരുമോന്ന് നീ എഴുതി നോക്ക് ആര് പറഞ്ഞു കുറെ വരുന്നത് എഴുതി നോക്കാവും ആദ്യത്തെ നമ്പർ എന്തായാലും 7 ആയിരിക്കുമല്ലോ 7 തുടങ്ങാം ഓക്കെ greatest number 7 ആണ് 7 കഴിഞ്ഞാൽ പിന്നെ അറ്റ്ലീസ്റ്റ് 2 പറഞ്ഞുകൊണ്ട് 5 വരും പിന്നെ 3 വരും അപ്പൊ ഇത് പോസിബിൾ ആണ് ഇനി അടുത്തത് 7 5 കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞാൽ പിന്നെ എന്ത് വരാം 2 വരാൻ പാടില്ലേ പറ്റില്ലേ പറ്റും പിന്നെ 7 5 1 പറ്റും പിന്നെ 7 കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റിലോട്ട് പോകാം 6 എടുത്ത അടുത്ത നമ്പർ എന്തായിരിക്കണം 4 2 അല്ലെ അങ്ങനെ കോമ്പിനേഷൻ എഴുതിയില്ല 7 കഴിഞ്ഞ് 5 കഴിഞ്ഞിട്ട് 4 വരും 2 7 4 1 ഈ 7 3 വരുമല്ലോ 7 3 1 വരും അതത്രേ വരുള്ളൂ അല്ലെ അല്ലെ ഇനി 5 വെച്ചിട്ട് വരുമോ 5 3 1 3യുടെ ഉണ്ട് 4 കഴിഞ്ഞാൽ 6 3 1 4 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇനി 4 വെച്ച് വെച്ചില്ല കാരണം എന്താ 4 കഴിഞ്ഞാൽ പിന്നെ 2 അത് കഴിഞ്ഞാൽ പിന്നെ 1 വരില്ല ഡിഫറൻസ് വേണ്ടേ ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട് അപ്പൊ മാക്സിമം ഈ 10 കോമ്പിനേഷൻ ആണ് വരുന്നത് ക്വസ്റ്റിന് ബ്രേക്ക് ചെയ്ത ഓരോ പാർട്സ് മനസ്സിലാക്കിയാൽ മാത്രം ചെയ്യാനായിട്ട് അനുഭവം മനസ്സിലായോ അടുത്ത ദിവസത്തേക്ക് പോവാം into 361 13 പറ്റോ അപ്പൊ 1261 ഫാക്ടേഴ്സ് കാണാം അപ്പൊ 30 into 97 ആണ് 1261 ഈ 97 പോയല്ലോ
13 ഉണ്ട്, y13 ഉണ്ട്. ഇവിടെ ഏതെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? 91 കട്ട് ചെയ്യാൻ പറ്റും. 13 into എത്ര? 91 7 അല്ലേ? ഇല്ലേ? അപ്പൊ എന്താ റിമൈൻഡർ വരുന്നത്? 0. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഡിവൈഡഡ് ബൈ നമ്പേഴ്സ് ഒന്ന് എന്ത് ചെയ്യുക, ഫാക്ടേഴ്സ് എടുത്ത് ചെയ്ത് നോക്കാം. നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വേറെ റിമൈൻഡർ തിയറം എന്ന് പറയുന്നത് വേറെ കുറച്ച് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. പിന്നെ ചില സമയത്ത് നിങ്ങൾക്ക് ഒരു നമ്പറിനെ പല നമ്പേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരും. റിമൈൻഡർ സെയിം ആണ്, അപ്പൊ അത് ചെയ്യുന്നത് വേറെ അത് നമുക്ക്